ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മരണത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞനുറുമ്പ് തൊലിയിൽ കടിക്കും പോലെയാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ ഒരാളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എറുമ്പ് പിടിച്ചാൽ നമ്മളെ മക്ക് ഷോലാവോ? ഇല്ല, ഷോലാവുകയില്ല. ഒരു കുഞ്ഞനുറുമ്പ് തൊലിപ്പുറത്ത് കടിച്ചാലുള്ള അവസ്ഥയായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മരണം എന്ന് ഹബീബാ നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മരണം അങ്ങനെയാണ്. പ്രത്യേകിച്ച് അവൻ ഷഹീദാണെങ്കിൽ പറയും വേണ്ട, ഷഹീദിൻ്റെ മരണം അങ്ങനെ തന്നെയാണ്. അള്ളാഹ്ക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ വേദനയെ അറിയില്ല. കണ്ടൂര് മുഴുവനും അതിൻ്റെ വേദന പറയും, പക്ഷെ അയാൾക്ക് വേദന ഉണ്ടാവില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നും അയാൾ അറിയില്ല. ഖലസ്തു, ഞാൻ രക്ഷപ്പെട്ടു, നബിയെ ഞാൻ പ്രേമിച്ചതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു. മിനൽ ഇശ്റാഖി, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്. വശക്കി, ഹൃദയത്തിലുണ്ടാവുന്ന സംശയങ്ങളെ തൊട്ട് അതിന്നും രക്ഷപ്പെട്ടു. വൽ വന, വന എന്ന് പറഞ്ഞാൽ ദുർബലത, കർമ്മത്തിലെ ദുർബലത, വാക്കിലെ ദുർബലത, വിശ്വാസത്തിലെ ദുർബലത, ഒക്കെ ഒരു ദുർബലതയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എങ്ങോട്ട് രക്ഷപ്പെട്ടു? ഇലാ ജന്നത്തിൽ അർഫാൻ, ആത്മജ്ഞാനത്തിൻ്റെ സ്വർഗത്തിലേക്ക്. ഹുർറൻ, ഞാൻ തന്നെ സ്വതന്ത്രനായ നിലയിൽ. മുഖന്നഅൻ, തൃപ്തിപ്പെട്ടവനായ നിലയിൽ. തൃപ്തിപ്പെടുക, ഞങ്ങൾക്ക് അള്ളാഹ് ഇനിയും തൃപ്തിപ്പെട്ടു. റാദിയത്തൻ മർദിയ, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ. അള്ളാഹ്ക്ക് അടിമയെ ഇഷ്ടമാണ്, അടിമക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്. അതാണ് മുഖന്നഅൻ, തൃപ്തിപ്പെട്ടവനായ നിലയിൽ. അങ്ങനെ ആ സ്വർഗത്തിൽ. പിന്നെ അവൻ ദുനിയാവിൽ എന്താ നടക്കണം അറിയില്ല, ഒന്നും അറിയില്ല. ഞാനൊരു മുഴിഞ്ഞ തുണിയപ്പായിട്ടാണ് ഇട്ടാൽ നടക്കണം എന്നുള്ളത് തീർപ്പൻ സിസ്റ്റം അറിയില്ലല്ലോ. ഞാൻ താടി പഠിച്ചാണ് നടക്കുന്നത് എന്ന് CM അറിയാത്തതുപോലെ ഒന്നും അവർക്കറിയില്ല. അതുപോലെ അവിടുന്ന് പിന്നെ അവർക്ക് തലെടുക്കാൻ കഴിയില്ല. CM പറഞ്ഞാൽ അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. CM ഒരു അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. ലയിച്ചു പോയതാ, അള്ളാഹിൻ്റെ ദിക്റിൽ ലയിച്ചു പോയതാ. പിന്നെ അവർക്കൊന്നും അറിയില്ല. പിന്നെ ഇവിടെ എന്ത് പറഞ്ഞാലും അറിയില്ല. ഭക്ഷണം കഴിക്കും പക്ഷെ അറിയില്ല. ഇനി ഭക്ഷണം കഴിച്ചാലും ഓരോ ഉള്ളത് അറിയില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അറിയില്ല. ബാങ്ക് കൊടുക്കണം അറിയില്ല, നിസ്കരിക്കണം അറിയില്ല, ഒന്നും അറിയില്ല. കാരണം ഒരു തല അവിടെ നിന്ന് കിട്ടൂല. ഒരു തട ആയി തന്നെ പെട്ടു. ഹുർവാൻ, സ്വതന്ത്രനായ നിലയിൽ. ഞാൻ ഇലാ ജന്നത്തിൽ അർഫാനി, ആത്മജ്ഞാനത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഷിർക്കിൻ്റെയും ഷക്കിൻ്റെയും വന, ദുർബലതയുടെയും ലോകത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങോട്ട് രക്ഷപ്പെട്ടു? ഇലാ ജന്നത്തിൽ അർഫാനി, ആത്മജ്ഞാനത്തിൻ്റെ സ്വർഗത്തിലേക്ക്. ഹുർവാൻ, ഞാൻ സ്വതന്ത്രനായ നിലയിൽ. ഇവിടെ പറ്റൂല, ഇവിടെ ഇരിക്കാൻ പറ്റൂല, ഇവിടെ ഇരിക്കാൻ പറ്റൂല, ഇവിടെ പോകാൻ പറ്റൂല, പിന്നോട് പറയാൻ ആരുമില്ല. മുഖന്നഅൻ എന്ന തൃപ്തിപ്പെട്ടവനായ നിലയിൽ, ഭയങ്കര റാഹത്തിൽ. ഒരാൾ ആ ആത്മജ്ഞാനത്തിൻ്റെ സ്വർഗത്തിൽ ഞാൻ ഈ ദുനിയാവിൽ തന്നെ എത്തി. ഞാനിവിടെ ഇങ്ങനെ പറന്ന് നടക്കുക. അങ്ങനെയാണ് നമ്മളൊരു എന്താ പറയുക, ഒരു കാഴ്ച ബംഗ്ലാവ് കയറി കുറച്ച് എന്താ പറയുക, കടലും മറ്റും മറിച്ചും അതും ഇതും ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ കയറിയത്. നമ്മൾ ഒഴിഞ്ഞെടുത്തുന്നത് കടല തിന്നാ, കടല മുട്ടായി തിന്നാ, പിന്നെ എള്ളു മുട്ടായി തിന്നാറ് കുറച്ച്. പിന്നെ അതിൻ്റെ പുറത്തെ പീടിയിൽ നിന്ന് നമ്മൾ കുറച്ച് പഴയ എള്ളുമുട്ടായും കടല മുട്ടായും ഒക്കെ വാങ്ങി പോക്കറ്റിലിട്ടാണ് നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ തിന്നാലും വിചാരിച്ച്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ അത്ഭുതം. ഓരോ ഏരിയയിലെത്തുമ്പോഴും കണ്ടാലും മതി വരില്ല. അവിടെയൊക്കെ നമുക്ക് പല സൈസ് എന്താ പറയുക, ഐസ്ക്രീമും മറ്റേത് മറിച്ച് അതൊക്കെ പോലെ അവിടെയൊക്കെ എത്തുമ്പോൾ അവർ തരിക, നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി തരിക. അവിടെ നമ്മളവിടെ ആ ഹാളിലേക്കാണ് കയറുമ്പോൾ ഒരു നമുക്ക് ഐസ്ക്രീം തരിക, മറ്റേ വെള്ളം തരിക, അതൊക്കെ അങ്ങനെ കുടിക്കുക. എന്താ എന്നിട്ട് നമ്മളതിങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ അന്തം വിടും, എന്താണ് ഈ കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത മുറിയിൽ പോയി, അവിടെയുണ്ട്, അവിടെ എന്താ പറയുക, അവിടെ നമ്മളെ സ്വീകരിക്കാനുള്ള സൈസ് ചോക്ലേറ്റുകൾ മറ്റേത് മറിച്ചത്. പിന്നെ നമ്മൾ ഈ പീടിയൻ്റെ ഇതിൻ്റെ പടിക്കന്ന് വാങ്ങി നമ്മൾ പഴയ പിന്നെ കടലുട്ടായും എള്ളുമുട്ടായും നമ്മൾ മറക്കൂലേ. അതെന്നെ അവസ്ഥ. ജന്നത്തുൽ ഇർഫാനിലേക്കാണ് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഖലസ്തു, ഞാൻ രക്ഷപ്പെട്ടു മിനൽ ഇശ്റാഖി, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്. അതൊന്നും പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വശക്കി, ഷക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, സംശയം. വൽവന, ദുർബലത. ഇലാ ജന്നത്തിൽ ഇർഫാനി ഹുർറൻ മുഖന്നാ, അങ്ങനെ സ്വതന്ത്രനായി. അതിന് വലിയ എന്താ പറയുക, വലിയ ഫ്രിഡ്ജും ഫ്രീസറും അത് തുറന്നിട്ടു. എന്താ എടുത്തു പോയിട്ടാ, നിങ്ങൾക്ക് വേണ്ടി വെച്ചതാണേ, എടുത്തോളിട്ടാന്ന് പറഞ്ഞു.
തിർദാദു ദിക്രിൽ മുസ്തഫ ദഹ്റ റാഹത്തി റൂഹി വറൂഹി സാമിഅൻ വമുസമ്മിഅ. വതിർദാദു ദിക്രിൽ മുസ്തഫ, മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്റിനെ ആവർത്തിച്ച് പറയുക. അദ്ദഹ്റ, കാലം മുഴുവനും പറയുക എന്നതാണ് റാഹത്തി, അതാണ് എൻ്റെ റാഹത്ത്. റൂഹി, അതാണ് എൻ്റെ ജീവൻ. റൗഹി, അതാണ് എൻ്റെ ആനന്ദം. സാമ്യാൻ, ഞാൻ തന്നെ കേട്ടുകൊണ്ടും മുസമ്യാൻ, ഞാൻ തന്നെ കേൾപ്പിച്ചുകൊണ്ടും. ഞാനിങ്ങനെ പാടുക, ഞാൻ തന്നെ കേൾക്കുക, വേറെല്ലാവരെ കേൾപ്പിക്കുക, അതാ എൻ്റെ സന്തോഷം. തിർദാദ് ദിക്രിൽ മുസ്തഫ, മുസ്തഫാനെ പറ്റി ദിക്ർ തിർദാദ്. തിർദാദ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ തിർദാദ് ദിക്ർ ഭയങ്കര, ഈ വരികളൊക്കെ എല്ലാ വരികളും ഒന്നൊന്നും ഭയങ്കര അത്ഭുതം. തിർദാദു ദിക്രിൽ മുസ്തഫ ദഹ്റ റാഹത്തി വറൂഹി വറൂഹി സാമിഅൻ വമുസമ്മിഅ. തിർദാദു ദിക്രിൽ മുസ്തഫ, മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്റിനെ ആവർത്തിക്കൽ. അദ്ദഹ്റ, കാലങ്ങളോളം ആവർത്തിക്കുക, സകല കാലത്തും ആവർത്തിക്കുക എന്നതാണ് റാഹത്തി, എൻ്റെ ആനന്ദം, എൻ്റെ സന്തോഷം, എൻ്റെ ആശ്വാസം. റാഹത്ത്, റാഹത്തായി അറിയില്ല. നമുക്കിപ്പോൾ ഒരു മന്തിയൊക്കെ തിന്ന് ഒരു സേവനപ്പഴ കുടിച്ചാൽ നമുക്ക് റാഹത്താവും. അതാണ് അവലിയാക്കന്മാർക്ക് നമ്മളെ റാഹത്ത് അതാണ്. നമ്മളെ റാഹത്ത് എന്താണ്? നമ്മളെ റാഹത്ത് നമ്മൾ തിന്നാവുകളാണ്. നമുക്ക് തിന്നണം, തിന്നല്ലാത്ത ലക്ഷ്യം ഉദ്ദേശമില്ല. റാഹത്തായി ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ, എന്തൊരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ഭക്ഷണം വിളമ്പിയ, ആ ഭക്ഷണം കഴിച്ചാടാ നമ്മൾ എന്താ പറയാ, റാഹത്ത്, നല്ല റാഹത്തായി, റാഹത്ത് പരിപാടി. ഓ, അതേസമയം ഒരു പരിപാടി കഴിഞ്ഞ് നോക്കുമ്പോൾ പരിപാടി ദിക്റും പാട്ടും തലാത്തും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചോറൊന്നും ഇട്ടില്ലേനും. അപ്പോൾ എന്താ പറയുക, എപ്പോൾ നമുക്കതൊരു സുഖം കിട്ടില്ല. പക്ഷേ ഈ ജാതി പരിപാടിക്ക് ചോറും കൂടി വേണ്ടി, പക്ഷെ എൻ്റെ പോലെ ശ്രദ്ധിക്കാൻ ഞാൻ ചോറും കൂടി തിന്നു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, ഓ റാഹത്തായി, റാഹത്തായി, ഓ റാഹത്തായി. അവർക്ക് അങ്ങനെയല്ല. തിർദാദു ദിക്രിൽ മുസ്തഫ അദ്ദഹ്റ റാഹത്തി, കാലാകാലങ്ങളിലും നബിനെ പറ്റി പറയലാണ് എൻ്റെ റാഹത്ത്. റൂഹി, അതാണ് എൻ്റെ ജീവൻ. റൗഹി, അതാണ് എൻ്റെ ആനന്ദം. സാമ്യാൻ, ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെ കേൾക്കുമോ, മുസമ്യാൻ, ഞാൻ തന്നെ കേൾപ്പിക്കുന്നവനായ നിലയിലും. തിർദാദു ദിക്രിൽ മുസ്തഫ അദ്ദഹ്റ റാഹത്തി റൂഹി വറൂഹി സാമിഅൻ വമുസമ്മിഅ. ومدح سوى الهادي المقفى مذلة ومين فكل المدح فيه مجمع. ومدح سوى الهادي, ഹാദി അല്ലാത്ത ഒരാളെ മദ്ഹ് ചെയ്യൽ. അൽ മുഖഫ, മുഖഫയുമായ, മുഖഫ ഹാദി, രണ്ട് റസൂലുള്ളാഹിന്റെ പേരാണ്. ഹാദി ഹിദായത്ത് കൊടുക്കുന്നവൻ, ഹിദായത്തിലേക്ക് വഴി കാട്ടുന്നവൻ. അൽ മുഖഫ, പിന്തുടരപ്പെടേണ്ടവൻ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പേര്. ഹാദി, ഹിദായത്തിലേക്ക് വഴി കാട്ടുന്നവൻ. അൽ മുഖഫ, പിന്തുടരപ്പെടേണ്ടവൻ ആയ റസൂലുള്ളാഹി അല്ലാത്ത ഒരാളെ മദ്ഹ് ചെയ്യൽ മദല്ലത്തുൻ, അതൊരു നീചത്താണ്. വേറൊരാളെ മദ്ഹിൽ നീചത്വമാണ്. ഒമൈനുൻ, അതൊരു നുണയാണ്. എന്തുകൊണ്ട്? അത് നിങ്ങൾ പറഞ്ഞ അത്രയും അയാളുണ്ടാവില്ല. ഇപ്പം എന്താ നുണ അറിയുന്നത്? നിങ്ങൾ ആരും മതി ചെയ്തോളി റസൂലുള്ളാഹിനെ. ഫകുല്ലുൽ മദ്ഹി, എല്ലാ മദ്ഹും ഫീഹി നബിയിൽ മുജമ്മഅൻ, ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിലാണ്. എല്ലാ മദ്ഹും നബിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ എന്ത് പറയാനോ അതൊക്കെ നബിയാണ്. മദ്ഹായി പറയുന്ന എല്ലാം നബിയിലുണ്ട്. നബി അല്ലാത്ത ഒരാളെ മദ്ഹ് ചെയ്യലോ, നബി അല്ലാത്തൊരു മദ്ഹ് എന്ന് പറഞ്ഞാൽ മദല്ലത്തുൻ, അതൊരു നിന്ദതയാണ്. ومدح سوى الهادي المقفى مذلة ومين فكل المدح فيه مجمع. ومدح سوى الهادي المقفى مذلة ومين فكل المدح فيه مجمع. വമദ്ഹു സിവൽ ഹാദി, ഹാദി അല്ലാത്ത, ഹാദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത ഒരാളെ മദ്ഹ് ചെയ്യൽ. അൽ മുഖഫ, അൽ മുഖഫയുമായ, ഹാദിയുമാണ് മുഖഫയുമാണ്. മദല്ലത്തുൻ, അതൊരു നിന്ദിതയാണ്. ഒമൈനുൻ, അതൊരു കളവുമാണ്. അപ്പൊ അമ്പിയാക്കളെ ഔലിയാക്കളോ, അമ്പിയാക്കളെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നബിയെ മദ്ഹ് ചെയ്യൽ എല്ലാ അമ്പിയാക്കളെ മദ്ഹ് ചെയ്യലാണ്. ഓലെ പറ്റി ഇത് പറഞ്ഞതല്ല. അല്ലാത്ത ഉണ്ടല്ലോ, അങ്ങനെ ഒരാളെ നമ്മൾ പറയാം, ഞാൻ ഭയങ്കര
ഭയങ്കര ആളാണ്, അങ്ങനത്തെ ആളാണ്. ആ മുതലാളിമാർ മറ്റേത് എങ്ങനെ മുതലാളിമാരൊക്കെ പറയണ്ട, അവരെപ്പറ്റി പറയാണ് നമ്മളെ സമയം പുറത്ത് വേസ്റ്റ് ആക്കണ്ട. ഈ മുതലാളിമാർ അതേപോലെ തന്നെ ആളുകളില്ലേ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഓനൊക്കെ മധു ചെയ്താൽ പിന്നെ ഒരു കൊല്ലം ഈമാൻ പോയ ഈമാൻ പിന്നെ തിരിച്ചു വരില്ല. പച്ചെന്നോണിയും പറഞ്ഞ് കയ്യിട്ട് ഭാര്യ തിന്ന് നടക്കണം ആളുകളാണ് രാഷ്ട്രീയക്കാർ, വലിയൊരു ശതമാനം. എല്ലാവരും ആണെന്ന് പറയാൻ എനിക്ക് പൂതിയാണെങ്കിൽ ഞാൻ എല്ലാവരും പറയാത്തത് എന്താ വെച്ചെങ്കിൽ പുറത്തുള്ള ആളെ കൂട്ടത്തിലാണ് ഞാനെന്നൊരു വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ഓരൊക്കെ മതം ചെയ്ത് നടക്കുക, അതന്നെയല്ലേ ഇപ്പം ഞമ്മക്കും പണി. നമുക്ക് സ്റ്റേജ് കയറി എന്താ പണി? ഇവരെ മതം ചേർക്കുക. സിവൽ ഹാദിൽ മുഖഫ, ഹാദിയും മുഖഫയുമായ റസൂലുള്ള അല്ലാത്ത ഒരാളെ മദഹ് ചെയ്യൽ മദല്ലത്തിന് അതിൽ നിന്ദ്യതയാണ്. ഒമൈനുൻ അതിൽ നുണയാണ്. ഫകുല്ലുൽ മദ്ഹി എല്ലാ മദഹും ഫീഹി നബിയിൽ മുജമ്മഅൻ ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിലുണ്ട്, എല്ലാ നബിയിലുണ്ട്. ഇത് വേറെ ആൾ പറയുന്നു വെറുതെ പറയാം, അങ്ങനെ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു അലക്കി തേച്ച് ഉണ്ടാവും. അങ്ങനെയാണല്ലോ, അവർക്ക് പറ്റി അത്രേ അറിയുള്ളൂ. ഒരു കവിയുടെ ചരമവാർഷികത്തിന് ഒരു മന്ത്രിയെ കൊണ്ടുപോയി, ഒരു കവിയുടെ ചരമവാർഷികത്തിന് കൊണ്ടുപോയി ഒരു മന്ത്രിയെ. അപ്പം മന്ത്രി ഒരു കവിത ചൊല്ലി. ഇത്തരം മനോഹരമായ കവിതകൾ എഴുതിയ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ ആരോ വന്ന് ചെവി പറഞ്ഞു കൊടുത്തു അത് ആശാന്റെ കവിതയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു അതിനെന്താണ്, അദ്ദേഹത്തിൻ്റെ ആശാനും വലിയ കവിയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അതായത് ഇത് കുമാരനാശാനെന്ന് വരെ മനസ്സിലാക്കാനുള്ള അന്തം ആർക്കില്ല, കവിക്കില്ല, മന്ത്രിക്കില്ല. ഇതാ മന്ത്രി. അങ്ങനെയാണ്, അതാണ് അവസ്ഥ. അപ്പം ഈ ഇവരൊന്നും നമ്മൾ വെറുതെ നേരം കളയും. കുറച്ച് കാലം ഒരു നമ്മളെ ബുദ്ധിമുട്ടാക്കും, ലേശം നമ്മളെ ബുദ്ധിമുട്ടാക്കും, അല്പം ബുദ്ധിമുട്ടാക്കും, അല്പം നമ്മളെ ഒരു ബുദ്ധിമുട്ടാക്കും. എന്ത് ഈ ദുനിയാവിലിട്ട് അവർ നമ്മളെ പൂട്ടും. ആ കല്ലാൻ്റെ അടുത്തെത്തിയാൽ കഴിഞ്ഞില്ലേ, അതിനൊന്നും മടക്കരുത്, മുന്നക്കടരുത്. മദഹു സിവൽ ഹാദി അൽ മുഖഫ, ഹാദിയും മുഖഫയുമായ റസൂലുള്ള അല്ലാത്ത ഒരാളെ മദഹ് ചെയ്യൽ മദല്ലത്തുൻ അതൊരു നിന്ദ്യതയാണ്. ഉമൈനുൻ അതൊരു കളവാണ്. കാരണം എന്ത് പറഞ്ഞാലും നമ്മളെ പറഞ്ഞൊന്നും അയാളിലുണ്ടാവില്ല. പിന്നെ ദിനം വെറുതെ നടക്കുന്നത്. എന്നാ അമ്പിയാക്കളോ ഉലിയാക്കളോ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ വെല്ലുവിളിച്ചാണ് കാണുന്നത്. പിന്നെ അത് പറയാം, പിന്നെ തെറ്റില്ല, വലുത് വിടാൻ പാടില്ല എന്നേ ഉള്ളൂ. ഏത് വലിയൻ്റെ മേലക്കാണോ റസൂലുള്ളാഹിനെ വെളിച്ചം അയാളിൽ പ്രകാശിക്കുകയാണ്. റസൂൽ തന്നെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. അത് അയാളിൽ നിന്ന് റസൂലുള്ളാഹിൽ നിന്ന് അയാളിലേക്ക് അടിച്ചതാണ്. ഇല്ലെങ്കിൽ ഒരാൾക്ക് വിളിച്ചിട്ടുണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി ഇന്നാ അർസൽനാക ഷാഹിദൻ വബശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സിറാജൻ മുനീറാണ് റസൂലുള്ളാഹി, പ്രകാശം കൊടുക്കുന്ന വിളക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പ്രകാശം കൊടുത്താലേ വേറൊരു പ്രകാശം കിട്ടുള്ളൂ. ഇത്രയും വലിയ ആളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന്. ومدح سوى الهادي المقفى مذلة ومين فكل المدح فيه مجمع. ലോൺ ശ്രദ്ധിക്കണേ. നല്ല റാഹത്തുള്ള വരികളാണ്, നല്ല റാഹത്തുള്ള വരികളാണ്. ومدح سوى الهادي المقفى مذلة ومين فكل المدح فيه مجمع. فمن جوده الدنيا وأخرى وعلمه أمد قلم اللوح بعض الذي وعى. فمن جوده നബിയുടെ ധർമ്മത്തിൽപ്പെട്ടതാണ് അദ്ദുന്യ, ദുന്യാവും വഉഖറ ആഖിറവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജൂദിൽപ്പെട്ടതാണ്. നബി വിചാരിച്ചാലേ നിനക്കത് കിട്ടൂ എന്നർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമിൻ ജൂദിഹി, നബിയുടെ ധർമ്മത്തിൽപ്പെട്ടതാണ് അദ്ദുന്യ, ദുന്യാവും വഉഖറ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹിയിലൂടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീനായി അള്ളാഹു അയച്ച നബിയാണ്. അപ്പം നബി വിചാരിച്ചാലേ അള്ളാഹിൻ്റെ ആ ധർമ്മം നിന്നിലെത്തുള്ളൂ. നബി വിചാരിക്കണം. വാതിൽ
വാതിലിന് അള്ളാഹു തആല ബുദ്ധി കൊടുക്കുകയും വാതിലിപ്പോൾ തൽക്കാലം തുറയേണ്ട, ഓൻ്റെ ഉള്ളിലുള്ള സാധനം എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ മുതലാളി അവിടെ സാധനം വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കിട്ടൂലല്ലോ. സാധനമുണ്ട്, വാതിലുണ്ട്, പക്ഷെ പൂട്ടിയിട്ടുണ്ട് വാതിൽ. ആ വാതിൽ തുറക്കാൻ നിനക്ക് കഴിയാത്ത കാലത്തോളം എത്ര നല്ല സാധനമാണ് മുതലാളി വിചാരിച്ചത്. മുതലാളി അവിടെ വെച്ചിട്ട് കാര്യമില്ല. മുതലാളി വിചാരിച്ചിട്ടുണ്ടാവില്ല, മുതലാളി എന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഉള്ളിന്ന് നല്ല ബിരിയാണിൻ്റെ വാസന അടിച്ച് വീശ, വാതിൽ തുറന്നിട്ട് കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ ബിരിയാണി ഉണ്ട് നിനക്കറിയും, എന്നാൽ വാതിൽ തുറക്കാനുള്ള വഴിയോ അത് ഉടമക്കാരൻ കൊടുത്തതുമില്ല. അപ്പം എന്താ ഉടമക്കാരൻ ഉദ്ദേശിച്ച എന്നെ കളിയാക്കുക? എന്തുകൊണ്ട് ഉടമക്കാരനെ കളിയാക്കിയിട്ടുണ്ട്, അവർ തിരിച്ചോ കളിയാക്കാണ്. ഈ വാതിലാരുതാ? ഉടമക്കാരൻ വെച്ചതാണ്. പക്ഷെ ആ വാതിൽ തുറക്കാൻ കിട്ടാത്ത കാലത്തോളം ഉടമക്കാരൻ അതിൻ്റെ ഉള്ളിൽ വെച്ച ബിരിയാണി തിന്നാൻ എനിക്ക് കഴിയില്ലല്ലോ. അതന്നെ മീൻ ജൂദിഹി, റസൂലുള്ളാഹിന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ് അദ്ദുനിയ ദുന്യാവും ആഖിറവും. അതിൻ്റെ അർത്ഥം ഇതൊക്കെ പടച്ചത് നബിയാണെന്നാണോ? അല്ല, മനുഷ്യ. അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനുഷ്യനെ അനുഭവിക്കാൻ ഒരു വാതിലായി വെച്ചതാണ് ആര്യ മുഹമ്മദ് മുസ്തഫ. ആ വാതിലാണ് സമ്മതിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കിടക്കുള്ളൂ. ഇത് ചവിട്ടി പൊളിച്ച് കയറൽ നടക്കൂല. ഇത് അള്ളാഹിൻ്റെ വാതിലാണ്. പിന്നെ ഇത് മര്യാദയ്ക്ക് കയറണം. ആ അവസ്ഥയിൽ നമ്മളാരും എത്തിയാലോ എന്നോട് പ്രശ്നമല്ല. ഒമിൻ ജൂദിഹി, റസൂലുള്ളാഹിന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ് അദ്ദുനിയ ദുനിയാവും ആഖിറവും. വഇൽമുഹു ഫമിൻ ജൂദിഹി ദുനിയാ വഉഖ്റാ വഇൽമുഹു അമദ്ദ ഖിലാമൽ ലൗഹി ബഅദുല്ലദീ വഇൽമു, റസൂലുള്ളാഹിന്റെ ഇൽമു അമദ്ദ ഖിലാമൽ ലൗഹി, പലകയിലെ പേനകളിലേക്ക് ചൊരിച്ചു. ബഅദുല്ലദീ അത് മനസ്സിലാക്കിയ ചില മഹാന്മാർ. അതാണ് ഇന്ന് കിതാബുകളിൽ കാണുന്നത്. അമദ്ദ ചൊരിച്ചു, ഖിലാമൽ ലൗഹി, ലൗഹ് പലകകൾ, ആ പലകളിലെ പേനകളിലേക്ക് ചൊരിച്ചു. ആര് ചൊരിച്ചു? ബഅദുല്ലദീ അതൊക്കെ മനസ്സിലാക്കിയ ചില ആളുകൾ, അവർക്ക് കിട്ടിയ നബിയെ പറ്റിയുള്ള വിജ്ഞാനം ചൊരിച്ചിട്ടുണ്ട് പലകകളിലേക്ക്. അതാണ് ഇന്ന് നിന്റെ മുന്നിൽ കാണുന്ന ഈ സത്യമായ വിജ്ഞാനങ്ങൾ. അതെന്തേ? നബിയിൽ നിന്ന് അവർക്ക് ധർമ്മം കിട്ടി, അവർ എന്ത് ചെയ്തു? പേനയിലേക്ക് ചരിച്ചു. അപ്പോൾ ആ പേന മഷിയായിട്ട് എന്ത് ചെയ്തു? ആ പലകകളിലോ പുസ്തകങ്ങളിലോ, പഴയകാലത്ത് എന്താണ് പലകയാണെന്ന് പുസ്തകമാണ്, അതിലേക്ക് അവർ ചരിച്ചു. അപ്പൊ നിനക്ക് അത്രയും മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതിൻ്റെ അപ്പുറമില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വാതിൽ തുറന്നിട്ട് ഞാൻ കയറിയ മാതിരി കയറണം. അത് കയറാത്ത കാലത്തോളം ഒന്നും നടക്കൂല. ഖലസ്തു മിനൽ ഇശ്റാഖി വശിർക്കി വൽവനായില ജന്നത്തിൽ ഇർഫാനി അറിഞ്ഞു, പിന്നെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വാതിൽ തുറന്നോ അടഞ്ഞോ നോക്കണ്ടില്ല. നമുക്കങ്ങനെ അതിനെ പറഞ്ഞു നടക്കാം. അതെങ്ങനെ പറഞ്ഞു നടക്കണം? റസൂലുള്ളാഹിനെ പറ്റി പറയണം, റസൂലുള്ളാഹിനെ അറിയണം, റസൂലുള്ളാഹിൻ്റെ മക്കളെ പറ്റി പറയണം, റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടികളെ പറ്റി പറയണം, റസൂലുള്ളാഹിൻ്റെ മഹത്വം പറയണം. അതൊക്കെ തന്നെ വലിയ കാര്യം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തിക്കൂടെ. ومدح سوى الهادي المقفى مذلة ومين فكل المدح فيه مجمع فمن جوده الدنيا وأخرى وعلمه أمد قلم اللوح بعض الذي ومدح سوى الهادي هادي يا حبيب رسول الله لا تبع مدحيل المقفى മുഖഫയുമായ മുഖഫ പിന്തുടരപ്പെടേണ്ട വ്യക്തി അല്ലാത്തൊരാളെ മദ്ഹ് ചെയ്യൽ മദല്ലത്തുൻ, അതൊരു നിന്യതയാണ്. ഒമൈനുൻ, അതൊരു കളവുമാണ്. ഫകുല്ലുൽ മദ്ഹി, പിന്നെ എല്ലാ സാലിഹ്യങ്ങളുടെയും മദ്ഹ് ഫീഹി നബിയിൽ മുജമ്മഅ, ഒരുമിച്ച് കൂട്ടപ്പെട്ട നിലയിലാണ്. കാരണം സാലിഹ്യങ്ങൾക്ക് ഈ പ്രകാശം കിട്ടിയത് ആരിൽ നിന്നാണ്? റസൂലുള്ളാഹിന്റെ ധർമ്മത്തിൽപ്പെട്ടതാണ് നിന്നാണ് അദ്ദുനിയ, ദുന്യാവും കിട്ടിയത്, ആഖിറവും കിട്ടിയത്. വഇൽമു, റസൂലുള്ളാഹിന്റെ ഇൽമു അമദ്ദ ചൊരിച്ചിട്ടുണ്ട്, ഖിലാമൽ ലൗഹി പലകയുടെ പേനകളിലേക്ക്. ആര് ചൊരിച്ചു? ബഅദുല്ലദീ വഅ, അത് മനസ്സിലാക്കിയ ചില ആളുകൾ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, റിഫായി തങ്ങൾ എന്താണ്? റിഫായി തങ്ങൾ മരിച്ച മാസമാണ് ഈ മാസം, ബഹുമാനപ്പെട്ട ജമാഅത്തുൽ ഊല. എന്താ അവരുടെ പ്രത്യേകത? റസൂലുള്ളാഹിന്റെ മുഹിബ്ബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം വെളുത്താൽ ഞാൻ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ടല്ലാതെ വേറെ എവിടേക്കും പോകില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ വലിപ്പത്തരം അവരിലൂടെയാണ് ജനങ്ങൾ കാണുന്നത്. എല്ലാം അതൊക്കെ റസൂലുള്ളാഹിൽ നിന്ന് അവർക്ക്. അപ്പോൾ
അവർ ഇങ്ങനത്തെ ആളുകൾ അല്പം മിർക്കാദി തങ്ങൾ അവരെ പേനയിൽ നിന്ന് പലകയിലേക്ക് ചെരിച്ചു വെച്ചതാണ് ഇന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വിജ്ഞാനം. അവർക്കത് കിട്ടിയത് എന്താ? റസൂലുള്ളാഹിന്റെ മഹബത്ത് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത അനുഗ്രഹം ഇവിടുന്ന് അത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിജ്ഞാനത്തിൽ നിന്ന് അവർക്ക് ചൊരിഞ്ഞു കിട്ടിയതാണ്. അതിൽ നിന്നാണ് ലോകത്തിന് അവർ കുറച്ചൊക്കെ എഴുതി വെച്ചു. വഅലുല്ലദീ വഅ, മനസ്സിലാക്കിയ ചില ആളുകൾ. ബാക്കിയുള്ളവരെ എഴുതി വെച്ചതില്ല. കാരണം എഴുതി വെച്ചാൽ ജനങ്ങൾ പേക്കും. ഇപ്പം മഹാന്മാരിൽ പലരും കിതാബ് എഴുതിയിട്ടില്ല. എന്താ കാരണം? മഹാന്മാർ കിതാബ് എഴുതാത്തതും ഒരു നന്മയാണ്. കാരണം മഹാന്മാർ കിതാബ് എഴുതിയാൽ വലിയ പ്രശ്നമാണ്. വലിയ ആരിഫ്യങ്ങൾ കിതാബ് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? എന്താ കിതാബ് എഴുതാത്തത്? അവർ കിതാബ് എഴുതാത്തതുകൊണ്ടാണ് ഞാൻ മുഅ്മിനായി ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. ഒരു കിതാബ് എഴുതിയാൽ ഇപ്പോൾ കാഫറാവും ജനങ്ങൾ. എന്തുകൊണ്ട്? അത് വിശദീകരിക്കണമെങ്കിൽ അവരെന്നെ ജീവിക്കണം. അവർ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. വേറുള്ളത് പറഞ്ഞാൽ നേരെ കുഫറിൻ്റെ വാക്കാണ്. അനൽ ഹക്ക്, ഞാനാണ് പഠിച്ചോനെ കൊന്നില്ലേ. മൻസൂർ ഹല്ലാജിനെ കൊന്നില്ലേ. അനൽ ഹക്ക്, ഞാനാണ് ഹക്കത്തായ. അങ്ങനെയല്ല, ഞാനാണ് ഹക്കാറും, ഞാനാണ് പഠിച്ചോനെ കൊന്നല്ലോ. ഇനിയിപ്പോൾ എന്താണ്? അതോടുകൂടെ നമ്മൾ പൂട്ടിവെച്ചു. ഇനി അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പാടില്ല, പറഞ്ഞാൽ കൊല്ലൂ. അത് വലിയ സത്യവാക്കലാണ്. പിന്നീട് കാലത്ത് മൊഹീദ്ദീൻ ശൈഖ് വന്നപ്പോൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഞാനുണ്ടെങ്കിൽ കൊല്ലം ഞാൻ മയക്കൂല. അപ്പം പറഞ്ഞ നേരെ അത് അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ അനിൽ ഹക്കിനെ വ്യാഖ്യാനിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞ ഹല്ലാജ് വ്യാഖ്യാനിക്കണം. അതാണ് വലിയ രഹസ്യങ്ങളുള്ള കിതാബ്. വിഷയങ്ങളും എഴുതാൻ പാടില്ല, പിന്നെ തിരിച്ചു എഴുതാൻ പാടില്ല. ഒരു മൗലിയാരി ഒരു വാബിയാളെ പറ്റിയുള്ള ബുക്ക് എഴുതിയിട്ട് പറഞ്ഞത് അത് ഞാൻ അവർക്ക് ദർസ് നടത്താൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ദർസ് നടക്കാൻ വേണ്ടി നിങ്ങളെ ഇവിടെ ഉപ്പിലിട്ട് വെക്കൂലല്ലോ, നിങ്ങൾക്ക് ജീവൻ പോണ്ടേ. പിന്നെ ആരും അത് പറഞ്ഞു കൊടുക്കുക? അത്തരം കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ ദുർബലമായ ദുർന്യായങ്ങളാണ്, പറയാൻ പറ്റൂല. പരിധി വിട്ട സത്യങ്ങളുണ്ട്. സത്യമാണ്, പക്ഷെ അത് പരിധി വിട്ടതാണ്, അതും പറയാൻ പാടില്ല. കാരണം ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇയാൾ ഇവിടെ ഒന്നും ജീവിക്കൂലല്ലോ. വലിയ മഹാന്മാർ, ഇപ്പോൾ ശൈഖുനാ ശംസുൽ റഹ്മത്തുള്ളാഹി വലിയ രഹസ്യങ്ങൾ അറിയുന്ന ആളാണ്. ആ സമാനത്തിൽ തന്നെ വേറെ ആളുകളുണ്ട്, ഓരൊക്കെ പലതും എഴുതി. ഇപ്പോൾ ഖുർആനെ വ്യാഖ്യാനം എഴുതിയ ആര്? കെ വി മുഹമ്മദ് മുസ്ലിയാർ. നല്ല മനുഷ്യനല്ലേ? ആണ്. അതേ സമയത്ത് ശംസുൽ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയോ? ഇല്ല. എന്തുകൊണ്ട്? അവരെഴുതിയാൽ അവരെ ഉള്ളിലുള്ള രഹസ്യങ്ങളായി കൂടി പുറത്ത് വരും. ആ പുറത്ത് വന്നാൽ പിന്നെ ജനങ്ങൾ ഫിത്നയിലാവും. എന്തുകൊണ്ട്? അത് വ്യാഖ്യാനിക്കണമെങ്കിൽ അവരെ പോലത്തെ ആളുകൾ വേണം. ഇല്ലാത്ത കാലത്തോളം ജനങ്ങളാൽ കാഫറാണാവും. അല്ലല്ല, ഇത് പൈശക്കല്ല, മൈദശിഖ് റളിയല്ലാഹു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവാം അവരെപ്പോഴത്തെ. അപ്പം ഹല്ലാജ് പറഞ്ഞ മൈദശിഖോ ഫൈശിഖോ പറയുകയാണെങ്കിൽ ഓക്കെയാണ്. കാരണം അവർക്കത് അതിൻ്റെ ഉള്ളും പുറയും പറയാൻ കഴിയും, തിരിച്ചും മറിച്ചും പറയാൻ കഴിയും. നമുക്കതറിയില്ല. നമ്മളിപ്പം ഇല്ല, ശരിയാത്താണ് നടപ്പിലാക്കിയത്. തെറ്റിയാലും ആക്കൂല, പക്ഷേ അത്രയേ അന്തള്ളൂ. ഇതൊക്കെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പാണ് ഈ പറഞ്ഞത്. ആ വലിയ മനുഷ്യന്മാർ പറയുന്നത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മുമ്പുള്ളവർക്ക് തിരിയില്ല. ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ച ചില വിജ്ഞാനങ്ങളുണ്ട്, അത് ഞാനാണ് പറഞ്ഞ ഞങ്ങളിൻ്റെ തലയിൽ വിട്ടുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഹഫിൾതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിആഇനി മിനൽ ഇൽമി, ഇൽമിൻ്റെ 2 പാത്രം ഞാൻ നബിയിൽ നിന്ന് നിറച്ചിട്ടുണ്ട്. ഫഅമ്മാ അഹദുഹുമാ, അതിൽ ഒന്ന് ഫബസസ്തുഹു, ഞാൻ വിതരണം ചെയ്തു. വഅമൽ ആഖിറു, രണ്ടാമത്തത് ഫലൗ ബസസ്തുഹു, അത് ഞാൻ വിതരണം ചെയ്താൽ ഖുതിഅൽ ബൽഉം, ഈ കണ്ട കഴുത്തുകളാണ് മുറിക്കും. ഇതാരോട് പറഞ്ഞ? സ്വഹാബികളോട്. ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് മുഴുവനും കൂടി ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്നെ കൊല്ലും. ആരുമല്ലോ, സ്വഹാബികളല്ലോ. അതിൻ്റെ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നബി എനിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞതാണ്. അത് ഇന്നത്തെ കാലം.
അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിയില്ല. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ സംഗതികളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയ മനുഷ്യന് യക്കീന് കിട്ടും. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ശക്കാണ്. അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിരീശ്വരവാദികളോട് വാദപ്രതിവാദത്തിന് പോകരുത്. അത് ഇതിലെന്താ പ്രശ്നമെന്ന്, വാദപ്രതിവാദത്തിന് പോകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ വഹ്ദാനിയത്തും അവൻ്റെ വജൂദും ഒക്കെ തെളിയിക്കണമെങ്കിൽ അത് അത്രയും ദൈവിക സിദ്ധിയുള്ള ഒരാൾക്കാണ് എളുപ്പമാവുക. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് അവർ പറയുന്ന ഭാഷയായിരിക്കും, നമ്മൾ പറയുന്ന ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. ഫഇന്ന വറാഅൽ അഖ്ലി, പലതും ബുദ്ധിയുടെ അപ്പുറത്താണ്. ഒരു തൗഫീഖിൽ ജയിച്ചേക്കാം, അടുത്ത തൗഫീഖിൽ തോറ്റാൽ ജനം മുഴുവൻ നിരീശ്വരവാദിയാവും. അത് മനുഷ്യനെ പൂർണ്ണമായി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഒരു സുന്നി ഒരു പ്രസംഗം, ഒരു സുന്നിയായ പണ്ഡിതൻ ഒരു പ്രസംഗം നടത്തിയാലും ഒരു വഹാബിയായ മൗലവി ഒരു പ്രസംഗം നടത്തിയാലും ജനങ്ങൾക്കത് എളുപ്പം മനസ്സിലാവുന്ന പ്രസംഗം എന്തായിരിക്കും? വഹാബി നടത്തിയിരിക്കും. കാരണം അതിന് തൊലിപ്പുറത്തെ വർത്താനം പറയാ, തൊലിപ്പുറത്തെ കാര്യം ജനങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അതിൻ്റെ അത്രയും ആളുകളാകണം. ഞാൻ ഇപ്പം നിങ്ങളോട് പറയുകയാണ്, ഇതൊരു ചുമരാണ്. ആ ചുമരിന് ഒരു കല്ല് ആണ്, ഓരോ കല്ല് വെച്ചാണ് ഈ ചുമരുണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ ബഹുമാനപ്പെട്ട കല്ലിൻ്റെ പുറത്ത് എന്ത് ചെയ്തു? സിമെൻ്റ് ഇട്ടു, അതിൻ്റെ പറഞ്ഞ് നമ്മൾ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചു, അതാണ് ഈ കാണുന്നതെല്ലാം മാത്തായ പെയിൻ്റാണ്, അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കും. അതിന് വേണ്ടി ഞങ്ങൾ ആ മദ്രാസ് നാളെ കൊണ്ടുവന്നു. അയാൾ ചിത്രം വരച്ചു, അയാൾ ഇതിൽ എൻ്റെ ആർട്ടൊക്കെ അയാൾ തന്നെ കണക്കാക്കി, അയാളുടെ എന്താ പറയുക ഇൻറ്റീരിയർ ഡിസൈനിങ് അയാൾ നടത്തി, അങ്ങനെ അത് ചെയ്തു. ഓ അൽഹംദുലില്ലാ, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. വേറൊരാൾ നിങ്ങളോട് പറയുകയാണ്, എന്ത് ഇത് ഈ കാണുന്ന ചുമര് പറഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഈ ചുമര് പറഞ്ഞാൽ ഒരു ലോകമാണ്, അതിൻ്റെ ഉള്ളിലൊരു ലോകമുണ്ട്. അവിടെ ഇഷ്ടം പോലെ ആണും പെണ്ണും കുട്ടികളും മക്കളും താമസിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. അവിടെ സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്. അതൊരു ലോകമാണ്. ഒരു കൊല്ലം നടന്നാൽ ഈ ചുമര് തീരൂല എന്ന് ഞങ്ങളോട് പറഞ്ഞാലോ? നിങ്ങളെന്താ പറയുക? അങ്ങനെ പറഞ്ഞു നോക്കുക. അങ്ങനെയാണ് പറഞ്ഞു. ഇതൊരു ഉദാഹരണമാണ്. അതിൻ്റെ അർത്ഥം ഈ ചുമരുന്ന് കിട്ടുന്നതല്ല. ഉദാഹരണം പറയാം. നിങ്ങളെന്താ പറയാം? നിങ്ങൾ പറയാം. എന്താ ഞാൻ ലളിതമായി പറഞ്ഞാൽ നിങ്ങളെന്താ പറയുന്നറിയാം? സാധു നമ്മളിപ്പോൾ മൂപ്പര് പറഞ്ഞത് മുഴുവനൊന്നും വിശ്വസിക്കണ്ട, നമ്മൾ മുണ്ടും വേണ്ട, അങ്ങനെ കേട്ടിരിക്കുക. അപ്പം എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങോട്ട് കടിച്ചണമൊന്നുമില്ലല്ലോ. നമുക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുക, രാവിലെ അല്ലേ, നല്ലതാണ്. പിന്നെ ഇപ്പം നെയ്യപ്പം ചായയൊക്കെ കിട്ടും ചെയ്യുമല്ലോ, അതല്ലേ നിങ്ങൾ അറിയാം. എന്താ അപ്പം ഇതിൻ്റെ അർത്ഥം? നമുക്കത് മനസ്സിലാക്കാനോ മറ്റോ കഴിയൂല, ഒന്നും കഴിയില്ല. നമുക്കതിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് അങ്ങനത്തെ വിവരേയില്ല. നമുക്കതിനെ പറ്റി അറിയൂല, നമുക്കൊന്നും അറിയൂല, ഒന്നും അറിയൂല. നമുക്ക് ഈ ലോകത്തെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പം വിഡ്ഢിത്തരം വിളിച്ചു പറയാമെന്നാ പറയാം. വെറും വിഡ്ഢിത്തരാണ് വിളിച്ചു പറയുന്നതെന്നറിയാം. ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ സംശയമുണ്ടാക്കുന്ന ഒരാൾ രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു, ഇയാൾക്ക് ഈ സംശയം തീർത്തു കൊടുക്കാൻ. അങ്ങനെ ആള് കൊട്ടാരത്തിൽ വന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി കൊട്ടാരത്തിൽ വന്നു. അഭിമുഖീകരിക്കുമ്പോൾ രാജാവും ഇയാളും കൂടി ചതുരംഗം കളിക്കുക. ചതുരംഗം കളിക്കുന്നതോട് ഒന്ന് രൂക്ഷമായി നോക്കി. അപ്പോൾ അയാൾ പോയിട്ട് അയാൾ പുറത്തേക്ക് വീണു. വീണപ്പോൾ അയാൾ പെണ്ണായി.
പെണ്ണായിട്ട് അയാൾ ഒരു കുളിക്കടവിൽ നിൽക്കുകയാണ്. വെള്ളം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുളിക്കടവിൽ നിന്ന് വെള്ളം വന്നപ്പോൾ ഈ പെണ്ണ് പുഴയപ്പെട്ടു. അങ്ങനെ വിളിച്ചാർത്തപ്പോൾ ആട്ടിടയം വന്നിട്ട് രക്ഷപ്പെടുത്തി. അപ്പോൾ ഏതാ നാട് പെണ്ണിനെ അറിയില്ല. അപ്പോൾ പിന്നെ ആട്ടിടയം കൊണ്ടുപോയിട്ട് ആട്ടിടയൻ ഭാര്യയാക്കി. എന്നിട്ട് കുട്ടികളുണ്ടായി. 1-2 കുട്ടികളുണ്ടായി കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൊല്ലങ്ങൾ കഴിഞ്ഞു കുളിക്കടവിലേക്ക് തിരിച്ചെത്തി വന്നു. അപ്പോൾ വെള്ളം വന്നു. അപ്പോൾ എന്ത് ചെയ്തു? വേറെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ആ രക്ഷപ്പെടുത്തിയ ഈ സന്ദർഭങ്ങളെല്ലാം പിന്നെ ഇയാൾക്കിത് അന്തം വിട്ടു. ഇയാൾ രാജാവിൻ്റെ ചെസ് കളി തന്നെയാണ്. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നടന്ന കാര്യമാണിത്. അപ്പോൾ വാതിൽ തുറക്കാൻ വേണ്ടി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞു, വാതിലാണ് തുറക്കുക. വാതിലിറന്ന് വന്നപ്പോൾ എന്തുണ്ട്? ആട്ടിടയനായ ഭർത്താവും 2 കുട്ടികളും കാത്തുക്കുന്നുണ്ട്. സംശയം ചോദിച്ചു. കാൽക്കൽ വീണു. ഇതൊക്കെ ഇപ്പം നടക്കൽ എങ്ങനെ? ഇതിപ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ പ്രസംഗം കേട്ട ഒരാളെന്താ പറയുക? ഇതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കേട്ടു. എന്തൊക്കെയാണ് വിളിച്ചറിയുന്നതിന് വലിയ കന്തമുണ്ട്. നിന്റെ മുന്നിലുള്ള ഒരു സെക്കൻഡ് വേറൊരു ഡയമെൻഷൻ ഒരു കൊല്ലായിരിക്കും. നമ്മുടെ ഈ ഡയമെൻഷനിലാണ് ഇത്. ഇവിടുത്തെ ഒരു സെക്കൻഡ് വേറൊരു സ്ഥലത്ത് ഒരു കൊല്ലായിരിക്കും. അപ്പോൾ അള്ളാഹ് പരലോകത്തെ ഒരു ദിവസം ദുനിയാവിൽ 1000 വർഷം. എന്താ പറഞ്ഞ? പരലോകത്തെ ഒരു ദിവസം ദുനിയാവിൽ 1000 വർഷം. പരലോകത്തൊരു ദിവസം കഴിയുമ്പോൾ അതൊരു ദിവസം തന്നെ ആയിരിക്കും. ഇതൊന്ന് കഴിഞ്ഞിട്ടിയ അങ്ങനെ കുടുങ്ങൊന്നുമില്ല. അത് അവിടുത്തെ ദിവസമാണ്. ഇവിടെ 1000 കൊല്ലാണ്. എന്താ വിചാരിച്ച്? പരലോകത്ത് ഒരു ദിവസം നേരം വെളുത്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ കഴിയൽ പറഞ്ഞാൽ എത്രയാണ്? പരലോകത്ത് നിന്നിട്ട് എനിക്കൊരു ദിവസം കഴിയുമ്പോൾ ദുനിയാവിൽ എത്ര കഴിഞ്ഞിട്ടുണ്ടാവും? 1000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. 1000 കൊല്ലം. അൽഫസന 1000 കൊല്ലം. ഖബറിന്ന് എണീറ്റാൽ ഉടനെ ഇവർ പറയുന്നുണ്ടല്ലോ, എന്ത് എത്ര ഇപ്പം നമ്മളിവിടെ കടന്ന് നമ്മളൊരു ദിവസം കടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനോട് 1000 കൊല്ലം ഖബർ കടന്നിട്ടുണ്ട്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ചിലർ പറയും ബാഗും എത്ര നമ്മൾ കുറഞ്ഞ നേരം കാണും. ഇപ്പോൾ ഖബർ നമ്മൾ മറവിയത് അപ്പോഴത്തേന് 200 കൊല്ലം കഴിഞ്ഞു. എന്തേ? ഇതിൻ്റെ അടിയിൽ ഇറങ്ങിയ വേറെ ലോകമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കൂല. ഇപ്പം ഇതെല്ലാം കൂടിയൊക്കെ എങ്ങനെ കൂട്ടിക്കെട്ടി നമ്മൾ സംസാരിക്കുക. അപ്പം അതിൻ്റെ ആളുകളെ നമ്മൾ വിട്ടി എന്ന് പറയും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നപ്പം നമ്മളെ അവസ്ഥ എന്താ? നമ്മളെപ്പോഴത്തേക്ക് അത് തിരിഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് തിരിയാത്തതാണ് പലതും എന്ന് തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഈ നിരീശ്വരവാദി ആയാലും മുബത്തദി ആയാലും അവരോട് നമ്മൾ വാദപ്രതിവാദം നടത്തണമെങ്കിൽ ഒരു നിലക്ക് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. എന്തുകൊണ്ട്? അത്രയും നൂറാനിയത്തെ കൽബിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതിന് കഴിയുള്ളൂ. ഒരു ഊക്കിന് ജയിപ്പിച്ചാൽ അടുത്ത ഊക്കിന് തോൽപ്പിക്കും, തോറ്റു. അപ്പം അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അപ്പം ഇതെന്താ പറഞ്ഞത്? വലിയ വലിയ മാന്മാരൊന്നും കിതാബുകൾ എഴുതൂല. മാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാ കുറച്ച് മൗലൂദുകൾ എഴുതി എന്ന് പറഞ്ഞാൽ അത് കിതാബ് എഴുതിയില്ല. കുറച്ച് മൗലൂദുകൾ എഴുതിയിട്ടുള്ളൂ, കിതാബുകൾ എഴുതിയിട്ടില്ല. ഖാജയുടെ ഒരു മദ്ഹ്, അങ്ങനെ ഇപ്പം ഷെയ്ഖ് സിറാജുദ്ദീൻ തങ്ങളുടെ മദ്ഹ്, അങ്ങനെ കുറഞ്ഞ മദ്ഹുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, മറന്നുമില്ല. എന്തുകൊണ്ട്? ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പേനയിലെ പലകയിലെ പേനകളിലേക്ക് ചൊരിച്ചു. ആര് ചൊരിച്ചു? ബാദുല്ലദീവ. അത് മനസ്സിലാക്കിയ ചിലർ ചൊരിച്ചു. ചിലത് അവരെന്നെ അവർക്ക് കിട്ടിയത് മുഴുവൻ പറഞ്ഞിട്ടില്ല. ചില ആളുകളോ തീരെ ഒന്നും എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? ഇത് എഴുതാൻ പറ്റുന്ന വിവരമല്ല.
فمن جوده الدنيا وأخرى وعلمه أمد أقلام اللوح بعض الذي وعى فمن جوده رسول الله ധർമ്മത്തിൽപ്പെട്ടതാണ് ദുനിയാവും വഖറാഖറവും വഇൽമുഹു നബിയുടെ ഇൽമ് അല്ലെങ്കിൽ നബിയെ പറ്റിയുള്ള ഇൽമ് അമദ്ദ ഖിലാമൽ ലൗഹി പലകകളിലെ പേനകളിലേക്ക് ചൊരിച്ചിട്ടുണ്ട് ബഅദുല്ലദി വഅ അത് മനസ്സിലാക്കിയ ചില ആളുകൾ. പിന്നെ ومن حسنه حور الجنان تزينت ومن نوره نور البدور تفرع ومن حسنه നബിയുടെ സൗന്ദര്യത്തിൽ നിന്ന് ഹൂറുൽ ജിനാനി സ്വർഗീയ അപ്സരസരുകൾ തസയ്യനത്ത് അവര് മനോഹരമായ വർണ്ണഭംഗിയെ പ്രാപിച്ചിട്ടുണ്ട്. ഉരുളിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകാൻ നബിയുടെ ഭംഗിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് മാറസല്ലാക്കയില്ല റഹ്മത്തുൽ ലിൽ ആലമീൻ.